കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അച്ഛനെ ഫ്രഷ് ആവാൻ വേണ്ടി പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യ. പോയി ടവല് കൊണ്ടുവാ. അച്ഛൻ ഒന്നും പറയണ്ട. അച്ഛൻ എന്ത് ടയേർഡ് ആണെന്ന് നോക്കിക്കേ. അമ്മ അച്ഛനെ ഹെൽപ്പ് ചെയ്തോളൂ. അമ്മ പോമ്മേ. അമ്മേ കൊണ്ടുപോയി അകത്ത് വെക്ക്. അയ്യോ, ലാഗ് അടിക്കാതമ്മേ. ഒന്ന് വേഗം ബ്രഷിൽ പേസ്റ്റ് ഇട്. അച്ഛന് ഫ്രഷ് ആവണ്ടേ. വസു, അതിന്റെ ആവശ്യമൊന്നുമില്ല. താങ്ക്സ് അലോട്ട്. ഇറ്റ്സ് ഓക്കേ അച്ഛാ. അമ്മയോട് എന്തിനാ വെറുതെ താങ്ക്സ് പറയുന്നേ? അത് അമ്മയുടെ ഡ്യൂട്ടി അല്ലേ. അമ്മേ, അച്ഛനെ അകത്തോട്ട് കൊണ്ടുപോയി കുളിപ്പിച്ചേ പെട്ടെന്ന്. വേണ്ട ഉണ്ണി, ഞാൻ തന്നെ കുളിച്ചോളാം. അതിനൊന്നും ആവശ്യമില്ല അച്ഛാ. അമ്മ എന്നെ കുളിപ്പിക്കുന്ന പോലെ അച്ഛനെ നന്നായിട്ട് കുളിപ്പിച്ചോളും. സാരമില്ല, ഐ എം ഫൈൻ. ഞാൻ തന്നെ കുളിച്ചോളാം. അമ്മേ, പെട്ടെന്ന് പോയി അച്ഛന് ഭക്ഷണം കൊണ്ടുപോവാ. എന്താടാ, കുറച്ച് ഓവർ ആവുന്നുണ്ടല്ലോ നീ. അച്ഛന് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടിട്ടല്ലേ അമ്മ. അച്ഛന് ആവശ്യമുള്ളതെല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ. അച്ഛനെ ഒരുപാട് കഷ്ടപ്പെടുത്താൻ പാടില്ല. അമ്മ പെട്ടെന്നൊന്ന് പോയേ. വേഗം എടുത്ത് വെക്കമ്മേ. അച്ഛൻ കുളിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങെത്തും. എന്താ അമ്മ വെള്ളം കൊണ്ടുവരാൻ മറന്നുപോയല്ലോ. ഞാൻ കൊണ്ടുവരാം. അച്ഛാ, ഭക്ഷണം റെഡി. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ താഴേക്ക് വരുമായിരുന്നല്ലോ. ഞാനാ അച്ഛൻ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത്. അച്ഛൻ ഇവിടെ ഇരുന്ന് കഴിക്ക്.
മതി മതി മതി. എന്താ അമ്മ അച്ഛന് വാരി കൊടുക്ക. ഞാൻ കഴിച്ചോളൂ ഉണ്ണി. പിന്നെ എന്തിനാ അച്ഛ അമ്മ ഉള്ളത്? അമ്മ വാരി കൊടുക്കണോ അത് ഞാൻ വാരി കൊടുക്കണോ? സാരല്ലോ ഉണ്ണി. ഒന്നും പറ്റില്ല അച്ഛ. അമ്മ വാരി കൊടുത്തേ. അത് വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം. ഓക്കെ അച്ഛ. ഭക്ഷണം എങ്ങനെയുണ്ട് അച്ഛ? നന്നായിട്ടുണ്ട് ഉണ്ണി. ഇന്നലെ തൊട്ട് അച്ഛനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. വയറ് നിറച്ച് കഴിക്ക്. അല്ല, നിനക്ക് സ്കൂളിൽ പോകാൻ സമയമായില്ലേ? നാളെ തൊട്ട് സ്കൂളിലുള്ള അച്ഛ. ഓ സോറി, മറന്നുപോയി. ഏട്ടൻ പലതും മറന്നു പോകുന്നുണ്ട് ഇപ്പോ. ടിവിയുടെ സ്വിച്ച് ഓണാക്കുമ്പോ ശ്രദ്ധിക്കണ്ടായിരുന്നോ? ഓ, വയറ് കട്ടായി കിടക്കായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. ഞങ്ങളെല്ലാവരും ഒരുപാട് പേടിച്ചുപോയി. ഏട്ടൻ കണ്ണു തുറക്കുന്നത് വരെ ഒരുപാട് ടെൻഷൻ അടിച്ചു. ഞാനും ഒരുപാട് ടെൻഷനായി. എനിക്ക് ഷോക്ക് അടിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ അത് കുട്ടികൾക്കാണ് സംഭവിച്ചെങ്കിൽ അത് വലിയ പ്രശ്നമായേനെ. ഇന്ന് തന്നെ ഞാൻ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അത് ശരിയാക്കാൻ പറയാം. വെരി ഗുഡ്. കുഴപ്പമില്ല. അച്ഛൻ ഇനി പോയി റെസ്റ്റ് എടുത്തോ. അത് പറ്റില്ല ഉണ്ണി, ഓഫീസിലേക്ക് പോണം. ഏട്ടന് നല്ല ക്ഷീണമുണ്ട്. ഓഫീസിലേക്ക് നാളെ പോയാ പോരെ? ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്, കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്തേ പറ്റൂ. 2 മിനിറ്റ് ഏട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോ വരാം. ഉണ്ണി, നീ എന്തിനാ എന്റെ ഷൂ പോളിഷ് ചെയ്തോണ്ടിരിക്കുന്നത്? അതെന്താ, ഞാൻ തന്നെ ചെയ്തോളാം. ഇറ്റ്സ് ഓക്കെ അച്ഛ. അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇന്നിടാനുള്ള ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് കൊണ്ടുവന്നതാ. പ്രശ്നങ്ങൾ വലുതാക്കി വസുവിനെ ഉണ്ണിയെ കഴുത്തിന് പിടിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാന്നാ ഞാൻ കരുതിയെ. ആപ്പിയാണെങ്കിൽ കണ്ണും തുറന്നു, നമ്മുടെ പ്ലാനും ഫ്ലോപ്പായി. ഞാനാണെ വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ്. നിനക്ക് അതിനല്ലേ ഫീൽ ആവുന്നേ? കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി നമ്മളിപ്പോ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണോ? അത് കറക്റ്റാ. അവക്കാണെങ്കിൽ വല്ലാത്തൊരു ഭാഗ്യം കൈവന്നിരിക്കുക. അഭിയെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടി. അവനാണെങ്കിൽ അവക്ക് വക്കാലത്തും പറയും. ആ പാവ അഭിയെ ഉപയോഗിച്ച് അവളാണെങ്കിൽ ഈ വീട്ടിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുക. കോലമിടൽ മത്സരത്തില് നിന്നെ തോൽപ്പിച്ച് ആ സമ്മാനവും കൈക്കലാക്കി അത് അമ്മായിക്ക് തന്നെ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. നല്ലൊരു പേരും അവള് വാങ്ങി.
അതാണ് എന്നെ ഇത്രയും ദേഷ്യം പിടിപ്പിക്കുന്ന ആന്റി. ആ ആഭരണങ്ങളെ പറ്റി അഖിലിനോട് ഞാൻ സംസാരിച്ചതാ, പക്ഷേ വസുവേട്ടത്തിക്കാ സപ്പോർട്ട് ചെയ്യുന്നത്. അവനതിന് തുടക്കം മുതലേ അവളുടെ സൈഡല്ലേ. ആന്റി എന്ത് ചെയ്തിട്ടായാലും എനിക്ക് ആ ആഭരണങ്ങൾ വേണം. വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ? അത് നിന്റെ അമ്മായിയുടെ ലോക്കറിലല്ലേ ഇരിക്കുന്നേ. അതൊന്നും എനിക്കറിയില്ല. എനിക്കത് വേണമെന്ന് വെച്ചാൽ കിട്ടിയേ പറ്റൂ. ആ കോലം മര്യാദക്ക് കിട്ടെങ്കിൽ അത് നിനക്കെന്നെ കിട്ടില്ലായിരുന്നോ? ഞാനിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ, കഴിഞ്ഞതിനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന്. ആ ആഭരണങ്ങൾ എന്റെ കൈ കൊണ്ട് താ. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാ എന്റെ അമ്മയോട് ചോദിച്ചു വാങ്ങിത്തരാം. എന്താടി നീ എനിക്ക് കൈക്കൂലി തരാണോ? ഇതിനു മുൻപും വാങ്ങിയിട്ടുള്ളതല്ലേ? ശരി ശരി, നിനക്ക് ആഭരണം വേണം, അത്രയല്ലേ വേണ്ടു. നിനക്ക് ആഭരണം വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യ? ആ ഒറിജിനൽ ആഭരണത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് 1 ഗ്രാം ഗോൾഡിൽ ചെയ്തെടുക്കണം. ആ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണം ലോക്കറിനകത്തേക്ക് വെച്ച് ഒറിജിനൽ ആഭരണം നീ എടുത്തോ. എന്താ ഇത്? കൂൾ ഡ്രിങ്ക് കുടിക്കും പോലെ എളുപ്പമുള്ള കാര്യമല്ല. നീ മനസ്സ് വെച്ചാ വിഷം പോലും നീ ഈസി ആയിട്ട് കുടിക്കുമല്ലോ. നിന്റെ ശക്തി നിനക്കറിയില്ല. നിങ്ങൾ ഇങ്ങനെ പൊക്കി പറഞ്ഞ എല്ലാം ഞാനങ്ങ് ചെയ്തു കളയെന്ന് വിചാരിക്കണ്ട. വേണേ മതി. നിനക്ക് ആഭരണം വേണോന്ന് പറഞ്ഞോണ്ട് ഒരു ഐഡിയ പറഞ്ഞതാ. വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്താ. ഒറിജിനൽ സ്വർണത്തിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് വച്ചു എന്ന് കരുതിക്കോ. ഇതെങ്ങാനും അമ്മ അറിഞ്ഞാലോ? എങ്ങനെ അറിയാനടി? ആഭരണം മാറ്റിയതിനു ശേഷം നമ്മൾ അവിടെ പേരെഴുതി വെച്ചിട്ടൊന്നല്ലല്ലോ വരുന്നത്. പക്ഷെ അമ്മ ആ ആഭരണം ധരിക്കുമ്പോ മനസ്സിലാവില്ലേ? നിന്റെ അമ്മായി ആ ആഭരണം ശരിക്ക് കണ്ടിട്ട് പോലുമില്ല. വസുവും നോക്കാതെയാ ഏട്ടത്തിയുടെ കൈ കൊടുത്തത്. ആരും അറിയാതെ നമ്മൾ ആ ആഭരണം മാറ്റിവെച്ചാലുണ്ടല്ലോ, നിന്റെ മുത്തശ്ശി ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തതാണെന്ന് ഏട്ടത്തി കരുതിക്കോളും. ആ കിളവി നിന്റെ അമ്മായിക്ക് വല്യമ്മ ആയതുകൊണ്ട് നിന്റെ അമ്മായി ആ കിളവിയോട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. എന്നാലും ആന്റി, ഈ പ്ലാൻ അല്പം റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. റിസ്ക് എന്ന് പറഞ്ഞ് പേടിച്ചാ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒരു തവണ വല്യമ്മ തന്ന ആഭരണം അണിയുന്നൊന്ന് സങ്കല്പിച്ച് നോക്ക്. ഏഴ് തലമുറയ്ക്ക് മുൻപുള്ള സ്വർണം ഞാൻ അണിഞ്ഞ എന്ത് സുന്ദരിയായിരിക്കും ആന്റി. ആണേ, ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞ ഐഡിയ അതുപോലെ അങ്ങ് ചെയ്താ മതി. അതൊക്കെ പോട്ടെ, നമുക്ക് കുറച്ച് സമയമെടുത്ത് ആ സ്വർണം മാറ്റിവെച്ചാലോ? നിങ്ങൾ കളിച്ചോ, ഞാൻ വരാവേ. ശരി. ആരാ അങ്കിൾ? ഇലക്ട്രീഷ്യനാ മോനെ. അകത്തേക്ക് വരൂ. വാ. പ്രോബ്ലം എവിടെയാ മാഡം? TV പ്ലഗില്ല. ഇന്നലെ TV ഓൺ ചെയ്തപ്പോ എന്റെ ഭർത്താവിന് ഷോക്ക് അടിച്ചായിരുന്നു. നോക്കട്ടെ മാഡം. മെയിൻ സ്വിച്ച് എവിടെയാണ്? ഒന്ന് ഓഫ് ചെയ്യാനാ? അവിടെയാ. ഓക്കെ മാഡം. ആരാ വസു? ഇലക്ട്രീഷ്യന് ചേച്ചി. ഇന്നലെ ഷോക്ക് അടിച്ച സ്ഥലം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചതാ. നല്ല കാര്യം നീ ചെയ്തത്. കുട്ടികളുള്ള വീടല്ലേ, അങ്ങനെ ഷോക്ക് അടിച്ച വലിയ ആപത്തല്ലേ. ഷോർട്ട് സർക്യൂട്ട് ആണ് മാഡം. പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ ശരിയാക്കാം മാഡം.
കഴിഞ്ഞു മാഡം. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവില്ല മാഡം, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, കാശ് ഞാൻ എടുത്തിട്ട് വരാം. നിങ്ങക്ക് ചായ കോഫി എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട മാഡം. എന്താ അങ്കിൾ ഇങ്ങനെ നോക്കുന്നത്? ഇന്റീരിയർ ഡിസൈൻ നന്നായിട്ടുണ്ടല്ലോ. എന്റെ അച്ഛനെ ഇതൊക്കെ ചെയ്തേ. സാർ ഇന്റീരിയർ ഡിസൈനർ ആണോ മാഡം? അല്ല, ഇവന്റ് ഓർഗനൈസറാ. വീട് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ മാഡം. എന്റെ ഏട്ടൻ നന്നായിട്ട് ഡിസൈൻ ചെയ്യും, അതുകൊണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇറങ്ങട്ടെ മാഡം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. എന്താണ് ഉണ്ണി? എന്താടി വസു? ഈ വീട് അഭി മാത്രാണ് ഡിസൈൻ ചെയ്തതെന്നാണോ? അച്ഛനല്ലേ അമ്മമ്മ ഈ വീടൊക്കെ ഡിസൈൻ ചെയ്തത്? ആ, ഈ വീട്ടിലുള്ളത് നിന്റെ അച്ഛൻ മാത്രമല്ലടാ. ഇവിടെ നിന്റെ അപ്പൂപ്പനും വല്യച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉണ്ട്. എല്ലാരും കഷ്ടപ്പെട്ടതുകൊണ്ടാ ഈ വീട് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. എന്താടി ഭാവനെ, ഇവൻ ഇങ്ങനെ പറയുമ്പോ നീ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഈ വീടിന് വേണ്ടി നിന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടിട്ടില്ലേ? രാത്രിയും പകലൊന്നില്ലാതെ കണക്കൊക്കെ നോക്കിയതല്ലേ അവൻ? ലക്ഷക്കണക്കിന് പണം ചെലവാക്കി ഓരോ ഇവന്റ്സ് നടത്തുമ്പോ കണക്കിൽ ഒരു ചെറിയ തെറ്റ് വന്നെങ്കിൽ നമ്മുടെ ഓഫീസോ ഈ വീടോ വല്ലതുണ്ടാവുമായിരുന്നോ? അഭി മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ തിന്നു മുടിച്ചോണ്ടിരിക്കാന്നാ പറയുന്നേ. നിനക്കിത് കേൾക്കുമ്പോ നാണം തോന്നില്ലേ? ഇളമേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചേച്ചി, എനിക്ക് അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും ഇല്ല. അതെനിക്ക് മനസ്സിലായി വസു. നിനക്ക് എന്ത് മനസ്സിലായിന്ന? ഇവളുടെ ഭർത്താവ് വലിയവനും നിന്റെ ഭർത്താവ് വേസ്റ്റ് എന്നാ ഇവള് ഉണ്ണിയും പറഞ്ഞത്. എന്താ അമ്മമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വല്യച്ഛനെ കുറിച്ച് ഞാൻ എന്തിനങ്ങനെ ചീപ്പായിട്ട് പറയണം? എന്റെ ടെക്സ്റ്റ് ബുക്കില് തെറ്റായ ചിന്തകൾ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തില് എത്ര തെറ്റായ അർത്ഥങ്ങൾ അമ്മമ്മ പറയുന്നത്? എന്റെ ചാപ്റ്ററിൽ പോലും ഇത്രയും തെറ്റായ അർത്ഥങ്ങളില്ല. ആ, എന്താടാ കടുകിന്റെ അത്രയുള്ള നീ എന്നെ തിരുത്താൻ വരികയാണോടാ? അവൻ ആ രീതിയിലല്ല പറഞ്ഞത് ഇളയമേ. അപ്പോ ഞാൻ തെറ്റ് പറഞ്ഞെന്നാണോ പറയുന്നേ? നോക്കലമ്മേ, ഇവിടെ ആരും വലിയവരോ ചെറിയവരോ ഇല്ല. എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നു. ആരെയും ചെറുതാക്കി സംസാരിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ആ, അങ്ങനെ ഒരു സ്വഭാവം ഇല്ലെങ്കിൽ അത് നല്ല തന്നെയാ മോളെ. മോശം ചിന്താഗതി ഉണ്ടെങ്കിലാ പ്രശ്നം മുഴുവൻ. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഇളയമേ. ഇളയമ വെറുതെ ടെൻഷൻ അടിക്കണ്ട. വാ വസു, ലഞ്ച് റെഡിയാക്കാം. അമ്മമ്മയോട് ഇനി സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണമെന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഇവരെ രണ്ടുപേരും പിരിക്കാൻ പറ്റുന്നില്ലല്ലോ. വസുവിനെ സപ്പോർട്ട് ചെയ്ത് അവള് കൂട്ടിക്കൊണ്ടുപോയല്ലോ. ഇവര് രണ്ടുപേരും ഇങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാകും. കീരിയും പാമ്പും തമ്മിൽ അടിക്കുന്നത് പോലെ ഇവര് വഴക്കിടണം. പണി കൊടുക്കും ഞാൻ. ജയന്തി, നീ എന്താ വല്ലാതിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടാ. മനസ്സിലാകാതിരിക്കാൻ എന്താ? എന്തു പറ്റി? അഭിക്ക് എന്താ ഇങ്ങനെ ഷോക്ക് അടിക്കാൻ കാരണം? ഇപ്പോഴും നീ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുക? ഇപ്പൊ അഭിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ ഓഫീസിലും പോയി കഴിഞ്ഞു. അതല്ല ഏട്ടാ, നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇത്ര നാളായിട്ടും ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോഴെങ്ങനാ ഇത്രയും പ്രശ്നങ്ങൾ മാറി മാറി വരുന്നത്? നീ
ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിക്കുക ജയന്തി. ഒരു വീടാവുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അത് പഴയ വയറായിരുന്നു. ഇലക്ട്രീഷ്യൻ വന്ന് ശരിയാക്കിയിട്ട് പോയി. ഇപ്പൊ അതിന് ഒരു പ്രശ്നവുമില്ല. കുട്ടികൾ നന്നായിട്ട് തന്നെ TV കാണുന്നുണ്ട്. ഞാൻ ഷോക്ക് അടിക്കാൻ കാരണമായ വയറിനെ പറ്റി മാത്രമല്ല ആലോചിക്കുന്നത്. ഈ വീട്ടിൽ എന്തോ ഒരു ദോഷമുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ദോഷമോ? അതെ ഏട്ടാ, എന്തോ വലിയൊരു കാര്യമുണ്ട്. ഇത്രയും കാലം ഇല്ലായിരുന്ന ദോഷം ഇപ്പൊ എവിടുന്ന് വന്നു? ഏട്ടൻ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്, വീടെന്ന് പറഞ്ഞ ചെറുതും വലുതുമായ പ്രശ്നങ്ങളൊക്കെ വന്നും പോയിരിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ദോഷം വന്നതായിരിക്കും. നമുക്കൊരു പൂജ നടത്തിയാ കൊള്ളായിരുന്നു. വീട്ടിലൊരു ശനിയെ വെച്ചിട്ട് എത്ര പൂജയും ഹോമവും ചെയ്തിട്ട് ഒരു കാര്യമല്ല എടുത്തി. നീ എന്താ പറഞ്ഞ സുമംഗലെ? വീട്ടില് 2 ശനി ഇരിക്കല്ലേ ഏട്ടാ. ഒന്ന് ചെറിയ ശനി, മറ്റൊന്ന് വലിയ ശനി. നീ ആരെ ഉദ്ദേശിച്ചാ ഈ പറയുന്നേ? വേറെ ആരുമല്ല, ആ വസു പിന്നെ ആ ഉണ്ണിച്ചേർക്കനും. സുമംഗലെ, ഈ വീട്ടിലെ മരുമകളെ കുറിച്ച് ഇങ്ങനെ അപഖ്യാതി പറയരുത്. സത്യാവസ്ഥ പറയുമ്പോ ഒരല്പം കയ്പ് തന്നെ ആയിരിക്കും ഏട്ടാ. നമ്മൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് എത്ര വർഷമായതാ? ഇതുവരെ എന്തെങ്കിലും ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ എന്താ പ്രശ്നങ്ങൾ മാത്രമാണല്ലോ. വരുന്ന പ്രശ്നങ്ങൾക്ക് വസുവും ഉണ്ണിയുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഒട്ടകത്തിന് കിടക്കാൻ ഇടം കൊടുത്ത പോലെ എന്തെങ്കിലും പ്രശ്നം കാണും ഏട്ടാ. വസു ഉണ്ണി ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത് വരെ ഇവിടെ എന്തൊരു സന്തോഷായിരുന്നു. അവര് വന്നതിന് ശേഷല്ലേ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ തുടങ്ങിയത്. മതി, നിർത്ത്. കുറ്റം പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ ഈ പറഞ്ഞത് വസു ഉണ്ണിയൊക്കെ കേട്ടാൽ അവരെത്ര വിഷമിച്ചേനെ. ഇനി എന്തെങ്കിലും പറയും മുമ്പ് ആലോചിച്ച് പറയണം. വായി തോന്നിയതുപോലെ പറയരുത്. നിന്നോടും കൂടിയാ പറയുന്നത് ജയന്തി. ഇന്നലെ നീ ആവശ്യമില്ലാതെ ഉണ്ണിയെ വഴക്കു പറഞ്ഞു, വസുവിനെ അപമാനിച്ചു. അത് ഈ വീട്ടിന് ചേർന്നതല്ല. കുറച്ച് ക്ഷമയോടെ മുതിർന്നവളായിട്ട് ഗൗരവത്തോടെ നടന്നോ, അതാ നിനക്ക് നല്ലത്. എന്താ എടുത്തിയത്? ഞാൻ പറഞ്ഞാൽ എന്തേലും തെറ്റുണ്ടോ? ഏട്ടത്തിക്ക് അറിയാവുന്നല്ലേ. എന്റെ മനസ്സിൽ ഞാൻ ഒന്നും വെക്കാറില്ല. മനസ്സിൽ വരുന്നത് എന്തോ അതപ്പ തന്നെ അങ്ങ് പറയും. ഏട്ടത്തിയെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയാ, ആ വസു ഉണ്ണിയും ഈ വീട്ടിൽ വന്നേ പിന്നെയാ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്.